കാര്യം. ഒന്ന്, നീ അധരം കൊണ്ട് ഏറ്റു പറയേണ്ടത് എന്താണ്? യേശു കർത്താവാണെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതോടുകൂടി എല്ലാ പ്രശ്നവും തീരുകയും. നീ അധരം കൊണ്ട് ഏറ്റു പറയണത് എന്താണ്? എന്താ ഏറ്റു പറയണത്? യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിനക്ക് ലോൺ നിന്നെ ഓടിച്ചിട്ടിരിക്കുന്ന ബാങ്ക് മാനേജർ കർത്താവ് അല്ലെന്നാണ്. ഡോക്ടർ ക്യാൻസർ 4ാം സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ കൊണ്ടുപോയിക്കോ, അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ കർത്താവ് അല്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായി? ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. ഇതുപോലെ തന്നെ നീ OIT 12 തോറ്റ്, അല്ല IELTS 12 തോറ്റ്, OIT 4 തോറ്റെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യമാണ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കർത്താവ് ചവറ് പോലെ മാർക്ക് കൊടുത്തിട്ട് ഇവളെ കയറ്റിവിടും. ഇവളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇതെല്ലാം ആദ്യകാലങ്ങളെല്ലാം ഫ്ലോപ്പായത്. പക്ഷേ ഇത് ഈശോയുമായിട്ട് ഡിസ്കസ് ചെയ്ത് കർത്താവിൻ്റെ നിത്യമായ സംരക്ഷണത്തിലേക്ക് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവരുടെ വിഷയങ്ങളെല്ലാം മാറും. അങ്ങനെ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർത്ത് പറയാൻ പോണ കാര്യം, ഈ യേശു വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണമാണ് ചെല്ലണതെന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഇവരെന്താ, തമിഴ് ദമ്പതിയോട് എന്താ പറഞ്ഞത്? ഒരു വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്ത് തമിഴ് ദമ്പതിക്ക് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്? ഉടമ്പടി തൈലം കൊടുക്കും. എന്നിട്ട് അവരോട് എന്ത് പറയും? നിങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് നിങ്ങളുടെ അടിവയറ്റിൽ 10 കൊല്ലമായിട്ട് അവർ മക്കളില്ല. അവർക്ക് പണ്ടൊരു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ മക്കളില്ല അവർക്ക് 10 കൊല്ലമായിട്ട്. എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും എന്തെല്ലാം ചികിത്സ എടുത്തിട്ട് മക്കളില്ല, ഉണ്ടാകത്തുമില്ല. അവർ മുഴുവൻ അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തെല്ലാം കൊഴുപ്പ് കയറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫെലോപ്പിയൻ ട്യൂബ് 2ഉം അറുത്ത് കളയണം. അറുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുണ്ടാകത്തില്ല. ഗർഭപാത്രത്തിൽ മുഴുവൻ പ്രോബ്ലംസാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാതിരിക്കുന്നത്. പക്ഷേ അതല്ല, ഇവർ ഈ വിശ്വാസപ്രമാണം തെറ്റിക്കാതെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെല്ലി വെച്ചും അവരോട് പറഞ്ഞ് ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ തേക്കണം. എന്താണ്? 21 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റാണ്. ഇത്രയും സ്പീഡാണ് ഉടമ്പടി. എന്താ കാര്യം? അവർക്ക് മക്കളുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. കർത്താവ് ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കർത്താവാക്കണത് എന്താ? എന്തുകൊണ്ട് എല്ലാവരും കർത്താവാകാത്തത്? മരണത്തെ ജയിച്ചാൽ മാത്രമേ കർത്താവാകത്തുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യനായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സെൻറ്റ് പോൾ പറയണം. ആ വചനം 1 വായിച്ചോളൂ, 10:9 വായിച്ചോളൂ. ആകയാൽ യേശു കർത്താവാണ് എന്ന് ഒന്ന് ഏറ്റു പറഞ്ഞേ. ആകയാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ രക്ഷ നമ്മൾ എന്ത് ചെയ്യണേ? പ്രാപിക്കുകയാണ് ചെയ്യണത്. ഈ രക്ഷ പ്രാപിക്കുന്ന 2 സംഭവമുണ്ട്. ഒന്ന് ചങ്കുണ്ട്, ഒന്ന് ചുണ്ടുണ്ട്. നമ്മുടെ പ്രശ്നം നമ്മൾ ഈ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് കുഴപ്പം. പ്രാർത്ഥന നിൻ്റെ കേൾക്കപ്പെടാത്തതിൻ്റെ കാരണം നീ ചുണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 90% മനുഷ്യരും അങ്ങനെയാണ്. ചങ്ക് ഉപയോഗിക്കണില്ല. ചങ്കിൽ എന്താ പറഞ്ഞിരിക്കണത്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഏറ്റു പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ യേശു കർത്താവാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ പറയാമെന്നറിയാവോ? ഇന്ന് ഏറ്റവും കൂടുതൽ നേർച്ച വസ്തുക്കൾ കിട്ടുന്ന പ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥനയാണ്. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തൊക്കെയാണ്? 2 മെഴുകുതിരി തരും, പിന്നെന്താണ്? വെഞ്ചരിച്ച ഉപ്പ് തരും, പിന്നെന്താണ്? ഉടമ്പടി തരം തരും, പിന്നെ കാശ് രൂപ. ഇതൊന്നും ബൈബിളിലില്ലാത്ത ഒരു സാധനം തരത്തില്ല. തേനൊന്നും ബൈബിളിലില്ലാത്തതാണ്. അത് പണ്ട് പോയി അത് ഉടമ്പടിയുടെ ഭാഗവും അല്ല.
അത് പണ്ട് പോലെ ഇത് ഗർഭിണികൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടി വെഞ്ചരിച്ച് വെച്ചിരിക്കണം. അത് പണ്ട് പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ അതൊന്നും ഉടമ്പടി ചേർത്തിട്ടില്ല. ഉടമ്പടിയിലുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും നേർച്ച വസ്തുക്കളും ബൈബിളിലുള്ളതാണ്. അതിൻ്റെ റെഫറൻസ് നിങ്ങളുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട്. അത് ബൈബിളിൽ എവിടെയാണത് ഉള്ളതെന്ന്, എണ്ണ എവിടെയാണ് ഉള്ളത്, കാശുരത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അത് ജ്ഞാപകത്തെക്കുറിച്ച് എവിടെയാണ് പറയണത്, അതുപോലെ തന്നെ തിരിയെക്കുറിച്ച് എവിടെയാണ് പറയണത്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബൈബിളിലുള്ളതല്ല പ്രശ്നം. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇത് ഉപയോഗിക്കുന്ന രീതികൾ. മനസ്സിലായില്ലേ? ഉപയോഗിക്കുന്ന രീതി എന്താണ്? ഇതിൻ്റെ പവർ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു ജനറൽ ബ്ലെസ്സിങ്സ് അല്ല അത് ചെയ്തിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ബ്ലെസ്സിങ്സിലാണ് അത് ചെയ്യണത്. 12 പ്രാർത്ഥന ചൊല്ലിയാണ് വെഞ്ചരിക്കുന്നത്. പിന്നീട് മനുഷ്യന്മാർ ഇന്നത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ മേഖലകൾക്കും കൂടിയുള്ള ഒരു കാസ്റ്റിംഗ് പ്രയറുണ്ട്. അതുൾപ്പെടെ ചൊല്ലിയിട്ടാണ് നിങ്ങൾക്ക് തരണത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് ഇതിൻ്റെ അകത്ത് ശക്തി ഇൻകൾക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഉദ്ദേശം. എനിക്കുള്ള പൗരോഹിത്യത്തിൻ്റെ സ്വാഭാവികമായ ഒരു ചൈതന്യത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്കറിയാമല്ലോ എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ശക്തിയിലാണ്. കാര്യം എന്താണ്? ദൈവം തന്നെ ശക്തിയാണ്. അപ്പോൾ 1 കൊറിന്തോസ് എപ്പോഴും ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറയാറുണ്ട്, 1 കൊറിന്തോസ് 1:24 എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഒന്നിനു പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു വ്യക്തി എന്നതിനേക്കാൾ പോലെ തന്നെ യേശു ആരാണ്? ശക്തിയാണ്. നേർച്ച വസ്തുക്കളിലേക്ക് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചോ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇത് ബ്ലസ് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി ഇതിലേക്ക് വരും. ഇനി നിങ്ങളിതിനെന്താ ചെയ്യണത്? നിങ്ങൾ അതേ പവറിൽ വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഈ വിഷയം റിലീസ് ചെയ്യിക്കാൻ. കഴിഞ്ഞ ദിവസം കൊണ്ടൊരു സാക്ഷ്യം ഉണ്ടായി. അവരുടെ പേര് സോഫി കുര്യൻ, പാലയൂരില്ലേ തോമാശ്ശേരിയുടെ പള്ളി, ആ ഇടവക്കാരുതിയാണ്. അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം, അതിൻ്റെ കിടക്കുണ്ട്. അവിടെ സാക്ഷ്യം അവർക്ക് ഈ സോഫി കുര്യന് റൈറ്റ് കിഡ്നി ഡാമേജാണ്. പഴുത്തിരിക്കുകയാണ്. അതിൻ്റെ തകർത്ത് സിസ്റ്റൊക്കെ വന്ന് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കിഡ്നിയും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സോഫി കുര്യൻ ഒരു വലിയ ബിസിയാണ്, ഒരു 10-60 വയസ്സിങ്ങനെ അവർക്കുണ്ട്. അപ്പോൾ അവർ പറയും കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകരുത്. അതാണ് അവരുടെ മനസ്സിലുള്ളൊരു സംഭവം. കട്ട് ചെയ്യുന്നതിൽ എനിക്ക് വേണത് അമ്മച്ചിക്ക് കിഡ്നി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മെഡിക്കലായിട്ട് ഒത്തിരി അറിയത്തില്ലെന്ന് തോന്നുന്നു. അവരോട് ഒന്ന് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാര്യം ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുമെന്നുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പേരിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവരുത് എന്നാണ് അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 10-65 വയസ്സുണ്ടാവും. ആ ഉടമ്പടിയുടെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ വരും. ഇതിനിടയ്ക്കുള്ള 2 കാര്യം ചെയ്യും. ഇവർ സെക്കൻഡ് ഒപ്പീനിയന് പോകും, പിന്നെ തേർഡ് ഒപ്പീനിയന് പോകും വേറെ ഡോക്ടറിൻ്റെ അടുത്ത്. ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ടേ അവർക്കിതിനെക്കുറിച്ച് കുറച്ച് ധാരണയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കിഡ്നി കട്ട് ചെയ്യുന്ന വിഷയമാണല്ലോ ചോദിച്ചിട്ട് വീട്ടുകാർ ഇവരെ പല സ്ഥലത്ത് കൊണ്ടുപോകും. എല്ലാം മെയിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിനെ പോയി കാണാം. എന്നിട്ട് അവരെല്ലാവരും ഇത് സ്കാൻ ചെയ്യും, അതുപോലെ തന്നെ ബയോപ്സി ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ പറയും ഇത് കട്ട് ചെയ്യണം എന്ന്. അപ്പോൾ അവർ കട്ട് ചെയ്യാൻ തീരുമാനിച്ച് കിഡ്നി കട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഡേറ്റും ഫിക്സ് ചെയ്ത്, എന്നിട്ട് ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. മൂത്ത ചേച്ചിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ വരും. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിനകത്ത് മുഴുവൻ വ്രണമാണ്. ഇവരെ റൈറ്റ് കിഡ്നിയിൽ വ്രണമാണ്. അതെല്ലാ സ്കാനിങ്ങിനും ബയോപ്സിയിലും ആ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയണമെന്ന് പറയണത്. പക്ഷെ ഇവർ ഉടമ്പടി ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചത് അവർ വിശ്വാസപ്രമാണം ചൊല്ലി വായിലിടും. ഞാനത് ചില അച്ഛന്മാരുടെയൊക്കെ ഈ ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, നമ്മൾ എന്തിനാണ് ജനങ്ങളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും. നമ്മൾ മുന്നോട്ടല്ലേ പോണത്. അപ്പോൾ ഇങ്ങനെ വസ്തുവകകളിലൊന്നും വിശ്വസിക്കാതെ ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് പോകാൻ പാടില്ലെന്ന് എന്നോട് ചോദിക്കും. അത് ദൈവശാസ്ത്രമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുള്ളവരെ ചോദിക്കണത്. പക്ഷെ ഞാൻ ഡീല് ചെയ്യണത് ദൈവശാസ്ത്രജ്ഞന്മാരോടല്ലല്ലോ. ആരോടല്ല ഡീല് ചെയ്യണത്? ഈ കിഡ്നി വേദനയും രോഗവും മരണവും മല്ലടിക്കുന്ന കരയുന്ന മനുഷ്യരോടാണ് കൃപാസനത്തിൽ ഡീല് ചെയ്യണത്. ഞാനെപ്പോഴും ഒരു ദൈവത്തോട് ചോദിക്കുന്നത് എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒണ്ടോളജിക്കലായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നല്ല. അത് മണ്ണാങ്കട്ട. അത് കഴിച്ചുകൊണ്ട് കുറേ ആൾക്കാർ ഫാനിൻ്റെ താഴേക്ക് ഇരിപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പുസ്തകമൊക്കെ എഴുതും, കുറച്ച് മരിച്ചു പോകും. പക്ഷേ മനുഷ്യനിവിടെ വേദനിച്ച് മരിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന ഛിദ്രശക്തികൾ സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട്. ദൈവത്തെ മനുഷ്യന് സംലഭ്യമാക്കി കൊടുക്കണം അവൻ്റെ ജീവിത അവസ്ഥകളിൽ. അതാണ് ഞാൻ കണ്ണീരോടെ പണ്ടേ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർത്താവേ, കണ്ണുനീരോടെ. ഇപ്പം സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ എന്താ പറയണത്? സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? കർത്താവേ, അങ്ങയുടെ മക്കൾ സ്വജാതിരായാലും വിജാതിരായാലും നിൻ്റെ ആലയത്തിൻ്റെ പുറത്തോ അകത്തോ നിന്നുകൊണ്ട് കണ്ണീരിടുമ്പോൾ അവിടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. 1 രാജാക്കന്മാർ 8:42. 1 രാജാക്കന്മാർ 8:42. ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാർ 8:41-42. അങ്ങയുടെ ജനമായ ഇസ്രായേൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അതായത് ജീവിതത്തോട് ദൈവത്തെ ചേർത്ത് നിർത്തുന്നതാണ് ബൈബിള്. ജീവിതത്തോട്, മനുഷ്യൻ്റെ ജീവിതത്തോടെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണ്? ഈ ചേച്ചി, അവരുടെ പേരെന്താ? സോഫി കുര്യൻ. അവരെന്നാ ചെയ്തിരിക്കണത്? അവർ ഈ ഉടമ്പടി ഉപ്പ് മാത്രമേ വായിലിട്ട് വിശ്വാസപ്രമാണം ചെയ്യുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇവർ ഓപ്പറേഷന് തിയേറ്ററിൽ കയറ്റും. തിയേറ്ററിൽ കയറ്റി കഴിയുമ്പോൾ ഇവർ അൺകോൺഷ്യസ് ആക്കും. അനസ്തേഷ്യ കൊടുത്ത് ഇവരെ ബോധക്കെട്ടുണ്ട്. എന്നിട്ട് റോബോട്ടിക് സർജറി എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് സർജറി ചെയ്യുന്ന ആ പ്രോസസ്സിങ്ങിലേക്ക് ഡോക്ടർ പോവുകയാണ്. ഡോക്ടർ പോയി സ്കാനിങ് എന്നൊക്കെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകും ഇവിടെ കിഡ്നി കാണുമ്പോൾ. എന്താ കാര്യം? പണ്ട് കണ്ട കിഡ്നിയല്ല ഇരിക്കണത്, കഴിഞ്ഞ ആഴ്ച കണ്ടതല്ല. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഒരു ചെറിയ ഒരു പൊറ്റ പോലെ ആ വ്രണമെല്ലാം പോയിട്ട് അതൊരു ചെറിയ പൊറ്റയായിട്ട് മാറുകയും നമ്മൾ പുറത്ത് കഴിയുമ്പോഴേ പൊറ്റ ഉണ്ടാകത്തില്ലേ, അതുപോലെ ഒരു തൊലിപ്പാടായിട്ട് മാറും. ഡോക്ടർ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവർ ഈ ഡോക്ടർ തൊലി മാത്രം എടുത്ത് മാറ്റിയിട്ട് ബയോപ്സി കൊടുക്കും. അതിൻ്റെ അത് ക്യാൻസറിൻ്റെ അല്ല വേണ്ട, ഒരു സംഭവം എൻ്റെ അടുത്തില്ല. ഡോക്ടർ പറയും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, കിഡ്നി മാറ്റേണ്ട ആവശ്യമില്ല. എന്താണ്? ഇത് സുഖപ്പെട്ടിരിക്കണമെന്ന് പറയും. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പിളല്ലേ ശക്തി. 1 കൊരിന്ത്യസ് 1:24 ശക്തിയാണ്. എന്താണ്? യേശുക്രിസ്തുവാണ്. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഇതാണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ഇമ്പോസ് ചെയ്യണത്. ഇതൊരു അട്രിബ്യൂഷനാണ്. എന്താ കാര്യം? രക്ഷ എന്ന് പറയുന്ന സംഭവം എന്താണ്? പ്രാപിക്കണം മനുഷ്യൻ. അതിൻ്റെ പ്രോസസ്സിങ് എന്താണ്? രക്ഷയുടെ പ്രോസസ്സിങ് എന്താണ്? രക്ഷ മനസ്സിലാക്കുകയല്ല, ആണോ? യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് അതിനം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവം മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ രക്ഷ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു ഐഡിയ പോലെ
ആൻഡ് റിഡംഷൻ ഇസ് നോട്ട് എൻ ഐഡിയ. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രത്തിൽ പോലും സംഭവിക്കണത് എന്താണ്? ദൈവത്തിന് ഒരു ഐഡിയലിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ജീവിതത്തോട് ബന്ധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് പേര് ദൈവത്തെയൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആദിമസഭയെ ജീവിതത്തോട് ചേർത്താണ് ദൈവത്തെ വെച്ചത്. എന്താ കാര്യം എന്നറിയാം? ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 2 പത്രോസിൻ്റെ 1:3 ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും, തന്റെ മഹത്വത്തിലേക്ക് പറഞ്ഞ തന്റെ മഹത്വത്തിലേക്കും, തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും കച്ച് പോയിന്റ് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിനും. അതാ വിഷയം. ദൈവം എന്തിനാണ് നമ്മുടെ ഇത് 2 പത്രോസാണ് വചനം. 2 പത്രോസ് 1:3 ഒന്ന് വായിച്ച മോളെ. തന്റെ മഹത്വത്തിലേക്കും ഏറ്റു പറഞ്ഞ് തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും അല്ല, നമ്മുടെ ചിന്തയ്ക്കല്ല, നമ്മുടെ ധ്യാനത്തിനല്ല, നമ്മുടെ ധാരണയ്ക്കല്ല, നമ്മുടെ പഠനത്തിനല്ല, നമ്മുടെ ചർച്ചയ്ക്കല്ല, ഒന്നിനുമല്ല. ദൈവം എന്തിനുള്ളതാണ്? നമ്മുടെ ജീവിതത്തിനാണ്. ദൈവം ജീവിതത്തിന് വേണ്ടി. അതാണ് ആദ്യം സഭയുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ പോകുന്നത് ദൈവം ചിന്തയ്ക്ക് വേണ്ടി, ദൈവം വാദപ്രതിവാദത്തിന് വേണ്ടി, ദൈവം സൈദ്ധാന്തികവും ആയിട്ടുള്ള വിശ്ലേഷണത്തിന് വേണ്ടി അങ്ങനെയായി ദൈവം ക്ലാസ് റൂമിന് വേണ്ടിയായി പോയി. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ള അവസ്ഥയാണ്. ദൈവം എന്തിനാണ്? ക്ലാസ് റൂമിന് പുറത്ത് ദൈവമില്ല, ജനം ദൈവമില്ല, അത് അലഞ്ഞു നടക്കും. ബൈബിൾ എന്താ ആദിമസഭ എന്താ പറയണത്? ഒന്ന് വായിച്ചേ. തന്റെ മഹത്വത്തിനും ഏറ്റു പറഞ്ഞേ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവന്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവശക്തിയാണ് നമുക്കത് പ്രദാനം ചെയ്യണത്. ഇപ്പം നേർച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭക്തിയുടെ വസ്തുക്കൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് തരുമ്പോൾ എൻ്റെ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് സൂക്ഷിച്ച് വെക്കണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നിങ്ങളത് വിശുദ്ധിയോടെ ഉപയോഗിക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ? കാര്യം വിശുദ്ധിയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. വിശുദ്ധി ഇപ്പം ശക്തി എന്ന് പറയുന്നത് എന്താണ്? ശക്തിയുടെ ഫലങ്ങൾ. ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് ഇപ്പം അവർക്ക് എന്താ സംഭവിച്ചത്? 10 കൊല്ലം മക്കളില്ല. ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. അതെന്താണ്? ദൈവത്തിൻ്റെ ശക്തി. മറ്റുള്ള എല്ലാ പ്രതിരോധ ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവർ പ്രാപിച്ചതാണ് കുഞ്ഞിൻ്റെ രൂപത്തിൽ. ഇതുപോലെ വരുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ശക്തി. നമ്മളെ എല്ലാ മേഖലകളിലും സംലഭ്യമാണ്, ഏത് മേഖലയിലാണെങ്കിലും. പക്ഷേ ശക്തിക്ക് മുമ്പ് എന്ത് ഒരു സംഭവം ഉണ്ടാകണം? വിശുദ്ധി ഉണ്ടാകണം. പിടികിട്ടിയാ? ശക്തിക്ക് മുമ്പ് എന്താ ഉണ്ടാകണത്? ഉടമ്പടി ശ്രദ്ധിക്കേണ്ട. ചില ആൾക്കാർക്ക് ഉടമ്പടി അത് ഏക്കാത്തതിൻ്റെ കാരണം ആ ഉടമ്പടി അവർ ഉടമ്പടിയുടെ വിധിപ്രകാരമല്ല ചെയ്യണത്. ശക്തി വരുന്നതിന് മുമ്പ് എന്താ നമുക്ക് വേണ്ടത്? വിശുദ്ധി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്തത് എന്താണ്? 3 കാര്യം വാഗ്ദാനം ചെയ്തായിരുന്നു. എന്തൊക്കെയാണ്? ഒരു ലാൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, അല്ലേ? സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എന്താ എബ്രാഹത്തിനോട് പറഞ്ഞത്? സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിന്നൊരു ബ്ലെസ്സിങ് കൊടുത്തു. പിന്നെ ഒരു മകനെ വാഗ്ദാനം ചെയ്തായിരുന്നു, അല്ലേ? ആരെയാണത് വാഗ്ദാനം ചെയ്തത്? ഇസ്ഹാക്കിനെ. പക്ഷേ ഇസ്ഹാക്ക് ജനിക്കണതിന് 1 കൊല്ലം മുമ്പ് ഇസ്ഹാക്ക് സാറായുടെ ഉദരത്തിൽ രൂപപ്പെട്ടു വരുന്ന ആ ദിവസങ്ങളിൽ എബ്രാഹത്തിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് കാര്യം? ആ എബ്രാഹത്തിൻ്റെ സാറായുടെ ഉദരത്തിൽ ഇസ്ഹാക്ക് രൂപപ്പെട്ടു വരുന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദാനം
ആ കുടുംബം പ്രാപിക്കുന്ന സമയത്ത്, പ്രസവിച്ചു കഴിഞ്ഞല്ല പറഞ്ഞത്, പ്രസവിക്കുന്ന മുമ്പ് പ്രഗ്നൻ്റ് ആകുന്ന ആ ആഴ്ചയിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം, പിന്നെ എന്ത് ചെയ്യണം? വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇത് പറഞ്ഞിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇത്രയും കണക്ഷനുണ്ട് വിശുദ്ധിയും ശക്തിയും തമ്മിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17:1-2 വചനം വായിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഉൽപ്പത്തി